പുറകെ നടക്കുന്നു, ഇയാൾ ഇട്ടിട്ട് പോകുമെന്നൊരു ഭയം നിങ്ങൾക്ക് നല്ലതുപോലെ. അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി അയാളോട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ട്രോമാസ്, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു സ്നേഹം വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ നിങ്ങളുടെ ഓരോ ട്രോമയൊക്കെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇയാളോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും സ്നേഹിക്കാൻ എന്നെ ഇതേപോലെ കെയർ ചെയ്യാനും വേറെ ആരുമില്ല എന്ന് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു തോന്നൽ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ആദ്യം ഇത്രയും ഭ്രാന്തമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി വളരെ ഫ്രീ ആയിട്ടൊക്കെ നടക്കുന്നത് കാണുമ്പോൾ അയാൾ വിചാരിച്ചതും കണ്ടതും പോലത്തെ ഒരു ടൈപ്പ് അല്ല ഇപ്പം നിങ്ങൾ, കംപ്ലീറ്റ്ലി ചേഞ്ചായി. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാൾക്ക് നിങ്ങളോട് ചെറിയ തരത്തിൽ ഒരു കുശുമ്പെന്ന് പറയുമ്പോൾ ഇവളിങ്ങനെ അല്ലായിരുന്നല്ലോ, ഇവൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊരു തോന്നലും, നിങ്ങളെപ്പോലെ ആവാനും ഒക്കെ ശ്രമിക്കുന്നു. പിന്നെ നിങ്ങൾ കുറേ കൂടെ അട്രാക്റ്റീവ് ആവുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കര കാണാനും ഒക്കെ നല്ല രീതിയിൽ എല്ലാ തരത്തിലൊക്കെ ആയതുകൊണ്ട് അയാൾക്കുള്ളിൽ ഒരു വിചാരമുണ്ട്, നിങ്ങൾ എന്തായാലും നിങ്ങൾ അകലം പാലിച്ച് നിങ്ങൾ പോവുകയാണ്, നിങ്ങളുടെ മനസ്സിൽ അവരില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്നെ നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ നിങ്ങളുടെ മൈൻഡിൽ അയാളെ പറ്റിയൊരു ചിന്തയില്ല, അയാളെ ഫോക്കസ് ചെയ്യുന്നില്ല, അയാളെ വേണമെന്നൊരു വിചാരമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വിചാരം എന്നാണ് ആ ഒരു പേഴ്സൺ ഓർത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറയുന്ന നിങ്ങളുടെ, അതായത് നിങ്ങളുടെ ഗ്ലോയും നിങ്ങളുടെ ആ പോസിറ്റീവായിട്ടുള്ള എനർജിയൊക്കെ കണ്ട് മൊത്തത്തിൽ തകർന്ന് തരിപ്പടമായിട്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജി വെച്ച് പറയാൻ പറ്റും, നിങ്ങൾ മുന്നോട്ട് പോയെന്നുള്ള ഒരു മെസ്സേജും കാര്യങ്ങളും ഒക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് അതൊക്കെ ഭയങ്കരമായിട്ടൊരു പാനിക് അറ്റാക്ക് പോലെയാണ്. ദൈവമേ പോയോ, നഷ്ടപ്പെട്ടോ, ഇനി തിരിച്ച് വരത്തില്ലേ, അവർ ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് വിളിക്കണം അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ തിരിച്ച് വരില്ലേ എന്നൊരു പേടി നല്ലതുപോലെ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് എന്ത് ചെയ്യുന്നത് എല്ലാം വൻ ഫ്ലോപ്പാണ്. ഇപ്പോൾ ഫിനാൻസ് ആയാലും കരിയർ ആയാലും വേറെ ഫ്രണ്ട്ഷിപ്പ് ആയാലും വേറെ ഒന്നിലോട്ടും അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം മാത്രമാണ് അയാളുടെ ഉള്ളിലുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയും കെയർ ഫ്രീ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ പഴയ ലോകത്തേക്ക് ഒന്നും തിരിച്ചു പോകുന്നില്ല. നിങ്ങളുടെ ലൈഫായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അയാൾ നിങ്ങളുടെ ആ ഒരു പഴയ മെമ്മറീസിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന, അതായത് ആ പഴയ ഒരു ലോകത്ത് അയാളിപ്പോൾ കംപ്ലീറ്റ്ലി കുടുങ്ങി കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അന്ന് അനുഭവിച്ചിരുന്ന ആ ഒരു വേദനയുണ്ടല്ലോ, ഇയാളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൻ്റെ കർമ്മഫലം അയാളിപ്പോൾ തിരിച്ചനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെങ്ങനെയാണോ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ അയാൾ അവോയ്ഡ് ചെയ്തപ്പോൾ പോയിക്കൊണ്ടിരുന്നത്, അതേപോലെ